ടാലിയിലെ പ്രോബ്ലംസിന്റെ രണ്ടാമത്തെ സെറ്റാണിത്. ഫസ്റ്റ് സെറ്റിൽ നമ്മൾ കമ്പനി ക്രിയേഷനും ഗ്രൂപ്പ് ക്രിയേഷനും നോക്കിയായിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ ലെഡ്ജർ ക്രിയേഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ നമ്പർ 4 വരെയുള്ളത് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിരുന്നു. ഇതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ക്രിയേറ്റ് എ കമ്പനി വിത്ത് യുവർ ഓൺ ഡീറ്റെയിൽസ് ഇൻ അക്കൗണ്ട്സ് ഓൺലി മോഡ് ആൻഡ് ക്രിയേറ്റ് ദ ഫോളോയിങ് ലെഡ്ജേഴ്സ്. അപ്പം ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ആ കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ അകത്ത് ഈ ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മളൊരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സെറ്റ് 1 എന്നുള്ള വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് നോക്കുക. അതിൻ്റെ അകത്ത് നമ്മൾ ഓൾറെഡി ഒരു കമ്പനി SR & Sons എന്ന് പറഞ്ഞൊരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ അകത്ത് തന്നെയാണ് എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്, ഈ ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. സെപ്പറേറ്റ് കമ്പനി ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സെപ്പറേറ്റ് കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ കീഴിൽ ഈ ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മളോട് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ലെഡ്ജേഴ്സ് വേജസ്, ക്യാപിറ്റൽ അക്കൗണ്ട്, സാലറീസ്, പർച്ചേസ്, കമ്മീഷൻ റിസീവ്ഡ്, സെയിൽസ്, ഫർണിച്ചർ ആൻഡ് SBI കറണ്ട് അക്കൗണ്ട്. ഓക്കെ, അപ്പം അതിൻ്റെ സ്റ്റെപ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വരിക, അക്കൗണ്ട്സ് ഇൻഫോയിൽ വരിക, ലെഡ്ജറിൽ വരിക, ദെൻ ക്രിയേറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അത് നമുക്ക് സിംഗിളും മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നിന്ന് ഏതാണോ നമുക്ക് ആവശ്യമുള്ളത് അത് ക്രിയേറ്റ് ചെയ്യും. നമുക്ക് ഒരു സമയത്ത് ഒരു ലെഡ്ജർ എന്നുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ സിംഗിൾ ഓപ്ഷൻ ആയിരിക്കും നല്ലത്. ഒരു ഗ്രൂപ്പിന് കീഴിൽ ഒന്നിലധികം ലെഡ്ജേഴ്സ് ഒരേ സമയം ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ മൾട്ടിപ്പിൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ സിംഗിൾ എന്നുള്ള ഓപ്ഷനിലാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ടാലി എടുത്തു. ടാലിയിൽ നമ്മൾ ഗേറ്റ് വേ ഓഫ് ടാലിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അക്കൗണ്ട്സ് ഇൻഫോ സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ അക്കൗണ്ട്സ് ഇൻഫോ സെലക്ട് ചെയ്തു. അതിൻ്റെ അകത്ത് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഗ്രൂപ്പ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക, ലെഡ്ജർ ആണെങ്കിൽ ലെഡ്ജർ എന്ന് എടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ലെഡ്ജർ എന്നുള്ള ഓപ്ഷൻ എടുത്തു. ഇനി അടുത്ത് സിംഗിൾ ലെഡ്ജറും മൾട്ടിപ്പിൾ ലെഡ്ജറും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഓരോരോ ലെഡ്ജറായിട്ട് ക്രിയേറ്റ് ചെയ്ത് പോകണമെങ്കിൽ സിംഗിൾ ലെഡ്ജർ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഒരേ സമയം ഒന്നിലധികം ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ മൾട്ടിപ്പിൾ എടുക്കുക. നമുക്ക് സിംഗിൾ എന്നുള്ള രീതിയിൽ തന്നെ സെലക്ട് ചെയ്ത് പോകാം. അപ്പം ഞാൻ ക്രിയേറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ ലെഡ്ജർ ക്രിയേഷൻ എന്നുള്ള സ്ക്രീൻ വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ ഏത് കമ്പനിയാണ്, SR & Sons എന്നുള്ള കമ്പനിയാണ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഓരോന്നായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ആദ്യം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഏതാ, വേജസ് ആണ് അല്ലെ, വേജസ് എന്നുള്ളത്. അപ്പം നമ്മൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തപ്പം ഒരു പ്രൈമറി ഗ്രൂപ്പുമായിട്ട് അതിനെ ലിങ്ക് ചെയ്തിരുന്നു. അതേപോലെ തന്നെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് അതിനെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ആദ്യമേ നമ്മൾ വേജസ് എന്നുള്ളതാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അത് ഏതിന്റെ കീഴിൽ വരും, ഡയറക്റ്റ് എക്സ്പെൻസസ് എന്നുള്ളതിന്റെ കീഴിൽ വരും. ഓക്കെ, നമുക്കത് ക്രിയേറ്റ് ചെയ്യാം. നെയിമിന്റെ സ്ഥലത്ത് എന്ത് കൊടുക്കുക, വേജസ് കൊടുക്കുക. ഒരു ഓൾട്ടർനേറ്റ് നെയിം കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് അവിടെ കൊടുക്കാം. തൽക്കാലത്തേക്ക് നമ്മളത് കൊടുക്കുന്നില്ല. ഏതിന്റെ കീഴിലാണ് പറഞ്ഞിരിക്കുന്നത്, ഡയറക്റ്റ് എക്സ്പെൻസ് എന്നുള്ളതിന്റെ കീഴിലാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനിവിടെ ഡയറക്റ്റ് D എന്ന് അടിക്കുമ്പോൾ തന്നെ നമുക്ക് D സ്റ്റാർട്ട് ചെയ്യുന്ന ഗ്രൂപ്പ്സിന്റെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് ഞാൻ ഡയറക്റ്റ് എക്സ്പെൻസസ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ബാക്കിയുള്ളതൊക്കെ തൽക്കാലത്തേക്ക് നമ്മൾ അവോയ്ഡ് ചെയ്യാണ്. ഇവിടെ മെയിലിംഗ് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെയാണ്, അത് ഇവിടെ തൽക്കാലത്തേക്ക് കൊടുക്കുന്നില്ല. ഓക്കെ, അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മെയിലിംഗ് ഡീറ്റെയിൽസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യാം. നെയിം, അഡ്രസ്സ്, കൺട്രി, ബാങ്ക് ഡീറ്റെയിൽസ്, പിന്നെ ടാക്സ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാം. കൊടുക്കണമെങ്കിൽ കൊടുക്കാം. പിന്നെ ഓപ്പണിംഗ് ബാലൻസും ഉണ്ടെങ്കിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ തൽക്കാലത്തേക്ക് അതൊന്നും ചെയ്യുന്നില്ല. ദെൻ അക്സെപ്റ്റ് സ്ക്രീൻ ആണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, അത് അക്സെപ്റ്റ് ചെയ്തു. ഇത് അക്സെപ്റ്റ് ചെയ്ത ഉടനെ ഈ വിൻഡോയിൽ നിന്ന് തിരിച്ചു പോകത്തില്ല, ആ ലെഡ്ജർ ക്രിയേഷൻ വിൻഡോയിൽ തന്നെ നിൽക്കും. എന്നിട്ട് നമുക്ക് ഇനി ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യാം. അതല്ല ക്വിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്വിറ്റ് ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ Ctrl+Q പ്രസ് ചെയ്താലും നമുക്ക് ഈ വിൻഡോയിൽ നിന്ന് ക്വിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട്. അപ്പൊ നമുക്ക് വേജ് മാത്രമേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി എന്താ ക്രിയേറ്റ് ചെയ്യേണ്ടത്, ക്യാപിറ്റൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ട് ഏത് ഗ്രൂപ്പിന്റെ കീഴിലാണ്, ക്യാപിറ്റൽ അക്കൗണ്ട് എന്നുള്ള ഗ്രൂപ്പിന്റെ കീഴിൽ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്കത് ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ ലെഡ്ജറിന്റെ പേര് ക്യാപിറ്റൽ അക്കൗണ്ട്. അത് ഏതിന്റെ കീഴിലായിരുന്നു, ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് ഇവിടെ ഉണ്ട്, അതിന്റെ കീഴിൽ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അക്സെപ്റ്റ് ചെയ്യാൻ പറഞ്ഞു, അക്സെപ്റ്റ് ചെയ്തു. അടുത്തത് സാലറീസ്. സാലറീസ് ഏതിലാണ് വരുന്നത്, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്നും പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അപ്പൊ അത് നമുക്ക് കൊടുക്കാം. സാലറീസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് അല്ലെ. ഗ്രൂപ്പ് ഇവിടുന്ന് ഞാൻ സെലക്ട് ചെയ്തു, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് സെലക്ട് ചെയ്തു. ബാക്കിയൊന്നും കൊടുക്കുന്നില്ല. യെസ്,
അടുത്തത് പർച്ചേസ് ആണ്. പർച്ചേസ് അക്കൗണ്ട്. പർച്ചേസ് ആണ്. അത് പർച്ചേസ് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തു. പർച്ചേസ് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തു. യെസ്. ഓക്കെ. അടുത്തത് കമ്മീഷൻ റിസീവ്ഡ് ആണ്. അത് ഇൻഡയറക്റ്റ് ഇൻകം ആണ്. ഇത് കമ്മീഷൻ റിസീവ്ഡ്, അത് ഇൻഡയറക്റ്റ് ഇൻകം ആയിട്ടുള്ള ഗ്രൂപ്പുമായിട്ട് ലിങ്ക് ചെയ്യുക. ഇൻഡയറക്റ്റ് ഇൻകം. യെസ്. ഓക്കെ. അത് ഇനി അടുത്തത് സെയിൽസ്. അത് സെയിൽസ് അക്കൗണ്ടുമായിട്ട്, സെയിൽസ് എന്നുള്ളത് ക്രിയേറ്റ് ചെയ്തു. അത് ലിങ്ക് ചെയ്തിരിക്കുന്നത് സെയിൽസ് അക്കൗണ്ട്സുമായിട്ടാണ്. അക്സെപ്റ്റ് ചെയ്തു. അടുത്തത് ഫർണിച്ചർ. ഫർണിച്ചർ എന്താണ്? ഫിക്സഡ് അസറ്റ് ആണ്. അപ്പൊ നമ്മൾ ഓരോ അക്കൗണ്ട്സ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ഏതൊക്കെ ഗ്രൂപ്പിൽ വരും എന്നുള്ളതിനെ കുറിച്ച് ഓൾറെഡി ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് അക്കൗണ്ട്സ് കറക്റ്റായിട്ട് ആഡ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ കാൽക്കുലേഷനിൽ വ്യത്യാസങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പം ഫർണിച്ചർ എടുത്തു. ഫർണിച്ചർ ഇതിൽ വരും. ഫർണിച്ചർ ഏതിലാ വരുന്നത്? ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റിൽ വരും. യെസ്. ഓക്കെ. ഇനി അടുത്തത് SBI കറണ്ട് അക്കൗണ്ട്. അതെന്താണ്? ബാങ്ക് അക്കൗണ്ട് ആണ്. അപ്പൊ അത് നമ്മൾ കൊടുത്തു. SBI കറണ്ട് അക്കൗണ്ട്. SBI കറണ്ട് അക്കൗണ്ട് അതെന്താണ്? ബാങ്ക് അക്കൗണ്ട് ആണ്. നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്തു. ഓക്കെ. അപ്പൊ ബാങ്കിന്റെ IFSC കോഡും അക്കൗണ്ട് നമ്പറും IFSC കോഡും ഒക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. തൽക്കാലത്തേക്ക് അത് ഞാൻ കൊടുക്കുന്നില്ല. ഈ നമുക്ക് ഏതെങ്കിലും ഓപ്ഷൻ നമ്മൾ എൻ്റർ ചെയ്ത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ഓൾട്ടർനേഷൻ മോഡിൽ അത് ഓപ്പൺ ചെയ്തിട്ട് ഡീറ്റെയിൽസ് കൊടുക്കാവുന്നതാണ്. യെസ്. അക്സെപ്റ്റ് ചെയ്തു. ഇനി ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. എല്ലാം കഴിഞ്ഞു. നമ്മൾ പറഞ്ഞിരിക്കുന്ന എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വിൻഡോയിൽ പുറത്തു പോകാം. ഇതിൽ നിന്ന് ബാക്കിലേക്ക് പോകാനായിട്ട് ഒന്നുകിൽ Ctrl+Q പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ ക്വിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കുക. ഇനി ഇവിടെ ക്വിറ്റ് എന്നുള്ള പ്രസ് ചെയ്തു. അപ്പൊ നമ്മൾ ലെഡ്ജേഴ്സ് എന്നുള്ള മെനുവിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടായിരുന്നു ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്തത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ? നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ലെഡ്ജേഴ്സും ഇവിടെ വന്നിട്ടുണ്ട്. അതിന്റെ കൂടെ ക്യാഷും ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഉണ്ട്. അപ്പൊ ഈ ക്യാഷ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും എന്നുള്ളത് ഡിഫോൾട്ട് ആയിട്ട് ഇതിൽ വരുന്ന ലെഡ്ജേഴ്സ് ആണ്. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ട കാര്യം വരുന്നില്ല. നമുക്കത് ഓൾട്ടർ ചെയ്യണമെങ്കിൽ ഓൾട്ടർ ചെയ്യാം. അത്രേ ഉള്ളൂ. ക്യാഷ് അക്കൗണ്ട് ഓൾട്ടർനേഷൻ മോഡിൽ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ഒക്കെ കൊടുക്കാവുന്നതാണ്. അതല്ലാതെ ക്യാഷ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം വരുന്നില്ല. ഓക്കെ. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഫ്രം ദ ക്വസ്റ്റ്യൻ എബോവ്, അതായത് 4th ക്വസ്റ്റ്യനിൽ ഓൾട്ടർ ദ ലെഡ്ജർ ഫർണിച്ചർ ടു ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സ്. ഓക്കെ. അപ്പം ഫർണിച്ചർ എന്നുള്ളതിന്റെ പേര് മാറ്റാനായിട്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അത് ഓൾട്ടർ ചെയ്യണം. അപ്പോൾ ഓൾട്ടർ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണ്? ആദ്യം കമ്പനി സെലക്ട് ചെയ്യുക. കമ്പനി ഇൻഫോ ബട്ടൺ യൂസ് ചെയ്ത് കമ്പനി സെലക്ട് ചെയ്യുക. എന്നിട്ട് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വരിക, അക്കൗണ്ട്സ് ഇൻഫോയിൽ വരിക, ലെഡ്ജറിൽ ഓപ്ഷൻ എടുക്കുക, ഓൾട്ടർ ഓപ്ഷൻ എടുക്കുക, ഫർണിച്ചർ എന്നുള്ള ഓപ്ഷൻ ലിസ്റ്റ് ഓഫ് ലെഡ്ജേഴ്സിന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിന്റെ പേര് ചേഞ്ച് ചെയ്യുക. ഓക്കെ. എന്നിട്ട് അക്സെപ്റ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ ഈ സ്ക്രീനിലല്ല നിൽക്കുന്നതെന്ന് വിചാരിക്കുക. നമ്മൾ ഗേറ്റ് വേ ഓഫ് ടാലിയിലാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. ഗേറ്റ് വേ ഓഫ് ടാലിയിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? കമ്പനി ഇൻഫോയിൽ പോയിട്ട് സെലക്ട് കമ്പനി, നമ്മുടെ കമ്പനി ഓൾറെഡി സെലക്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കമ്പനി സെലക്ട് ചെയ്യാം. കമ്പനി സെലക്ട് ചെയ്തതിന് ശേഷം അക്കൗണ്ട്സ് ഇൻഫോയിൽ വരിക. അക്കൗണ്ട്സ് ഇൻഫോയിൽ വന്നിട്ട് ലെഡ്ജേഴ്സ് എടുക്കുക. ലെഡ്ജേഴ്സ് എടുത്തിട്ട് ഓൾട്ടർ അല്ലെ, ഓൾട്ടർനേഷൻ കൊടുക്കുക. ഏതാണ് നമ്മളോട് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ഫർണിച്ചർ ആണ് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫർണിച്ചർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ലിസ്റ്റ് ഓഫ് ലെഡ്ജേഴ്സ് എന്നുള്ള ഓപ്ഷൻ വരും. അതിൻ്റെ അകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ലെഡ്ജേഴ്സും വരും. അതിൻ്റെ അകത്ത് നിന്ന് ഫർണിച്ചർ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾട്ടർനേഷൻ
എന്നുള്ള സ്ക്രീൻ കിട്ടും. നമുക്ക് ഇതിന്റെ പേര് മാറ്റി കൊടുക്കാം. പേരോ എന്ത് ഡീറ്റെയിൽസ് വേണമെങ്കിലും മാറ്റി കൊടുക്കാം. മെയിലിംഗ് അഡ്രസ്സ് തുടങ്ങി എന്ത് വേണമെങ്കിലും നമുക്ക് മാറ്റാവുന്നതാണ്. നമ്മൾ മാറ്റി. ഓക്കെ, ബാക്കി ഡീറ്റെയിൽസ് ഒന്നും ചേഞ്ച് ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഇത് അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. ഇത് അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ തിരിച്ചു പോകുന്നത് ആ ലിസ്റ്റ് ഓഫ് ലെഡ്ജേഴ്സ് എന്നുള്ള സ്ക്രീനിലേക്കായിരിക്കും തിരിച്ചു പോകുന്നത്. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, കൺട്രോൾ ക്യൂ കൊടുത്തിട്ട് നമ്മൾ ലെഡ്ജേഴ്സ് എന്നുള്ള മെയിൻ മെനുവിലേക്ക് തിരിച്ചു വരിക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡിലീറ്റ് ദ ലെഡ്ജർ കമ്മീഷൻ റിസീവ്ഡ് ഇൻ ദ ക്വസ്റ്റ്യൻ 4 എബോവ്. അല്ലെ, അപ്പം കമ്മീഷൻ റിസീവ്ഡ് എന്നുള്ള ലെഡ്ജർ ഡിലീറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഡിലീറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പ് എന്തായിരിക്കും? സെയിം തന്നെ അല്ലെ. ടാലിയിൽ വരിക, അക്കൗണ്ട്സ് ഇൻഫോയിൽ വരിക, ലെഡ്ജർ എടുക്കുക, ഓൾട്ടർ എടുക്കുക. അതായത് നമ്മൾ എപ്പോഴും പറഞ്ഞു ഓൾട്ടർനേഷൻ മോഡിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓൾട്ടർ എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഡിലീറ്റ് ഓൾട്ടർ പ്ലസ് ഡി എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ വൈ എന്നുള്ള കീ പ്രസ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ലെഡ്ജർ ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഓൾട്ടർ വന്നിട്ടുണ്ട്. ഏതാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നത്? കമ്മീഷൻ റിസീവ്ഡ്. അപ്പൊ നമുക്ക് നോക്കാം. കമ്മീഷൻ റിസീവ്ഡ് എടുത്തു. അപ്പൊ ഇത് ലെഡ്ജർ ഓൾട്ടർനേഷൻ എന്നുള്ള സ്ക്രീനിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഓൾട്ട് പ്ലസ് ഡി എന്നുള്ള കീ ഒരുമിച്ച് പ്രസ് ചെയ്യണം. അപ്പൊ നമുക്ക് ഡിലീറ്റ് എന്ന് ചോദിക്കും, കൺഫർമേഷൻ ചോദിക്കും, നമ്മൾ എസ് എന്ന് കൊടുക്കുക. അപ്പോൾ ഡിലീറ്റ് ആയി. അപ്പൊ ലിസ്റ്റ് ഓഫ് ലെഡ്ജേഴ്സിൽ ലെഡ്ജർ കാണുന്നില്ല. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നതും ഓൾട്ടർ ചെയ്യുന്നതും ഡിസ്പ്ലേ ചെയ്യുന്നതും ഡിലീറ്റ് ചെയ്യുന്നതും എല്ലാം. ഓക്കെ, അപ്പൊ ഇത് പഠിച്ചു വയ്ക്കുക. നമ്മൾ ആദ്യമേ ഇത് സ്റ്റെപ്പ് എങ്ങനെയാണ്, കമ്പനി ക്രിയേഷൻ, ആദ്യം കമ്പനി ക്രിയേറ്റ് ചെയ്യുക, പിന്നെ ആവശ്യമായിട്ടുള്ള ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്യുക, പിന്നെ ആവശ്യമായിട്ടുള്ള ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യുക. ഇതിനാണ് നമ്മൾ ഇനിയാണ് അടുത്തത് നമ്മൾ വൗച്ചേഴ്സിലേക്ക് കടക്കുന്നത്. ഓക്കെ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.